പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് വിശുദ്ധ റമദാനിൽ ഈ 7ാമത്തെ നോമ്പും നമ്മെല്ലാം അനുഷ്ഠിക്കുവാൻ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു നോമ്പുകാരന് റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മറിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാൻ നമ്മളൊക്കെ വളരെ അനുഗ്രഹം ചെയ്യപ്പെട്ടവരാണ്. കൂടുതൽ പരീക്ഷണമൊന്നും റമദാനിൽ നമുക്കില്ല. പകല് നോമ്പെടുത്ത് കൂടുതൽ സമയം റെസ്റ്റുമൊക്കെയാണ്. ഈ സമയത്ത് പുറത്ത് നോമ്പെടുത്തുകൊണ്ട് തന്നെ ഉപജീവന മാർഗം തേടുന്ന എത്രയോ സഹോദരങ്ങൾ, എത്രയോ കഷ്ടപ്പാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്നവർ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ത്യാഗത്തിനും പ്രയാസത്തിനും അനുസരിച്ച് പ്രതിഫലം ലഭിക്കും. സാധാരണ നമ്മുടെ റമദാൻ മാസത്തിലേക്ക് കടപ്പുറത്ത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും. ഇന്നും ഒന്നുമില്ലായിരുന്നല്ലേ? പലതും വിട്ടിട്ടില്ല. അങ്ങനെ വല വിട്ടാൽ നല്ല കഷ്ടപ്പാടായിരിക്കും അല്ലേ, വല വലിക്കുന്നവർക്കൊക്കെ. ഞാനിങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടു. അത് മനസ്സിനെ വല്ലാതെ പിടിച്ചിലക്കിയൊരു പാലക്കാടുള്ളൊരു സഹോദരി. ഈ നോമ്പിന്റെ പാലക്കാട് ഏറ്റവും ചൂടുള്ള, കേരളത്തിലെ ഏറ്റവും ചൂടുള്ള പ്രദേശമാണല്ലോ പാലക്കാട്. അവര് നോമ്പെടുത്തിട്ട് സൈക്കിളില് മാവ്, ദോശ, അപ്പം, ഇഡ്ഡലിയിലേക്ക് മാവ് വിറ്റുകൊണ്ട് നടക്കുന്നു. അപ്പൊ ഈ വ്ളോഗർ കണ്ടിട്ട്, മുസ്ലിമായ അദ്ദേഹം കണ്ടിട്ട് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. ഒരു ദിവസം 20 പാക്കറ്റാണ് അവർ വിൽക്കുന്നത്. അതിന് 7-8 കിലോമീറ്റർ ഒരു സൈക്കിൾ ചവിട്ടണം. ഒരു പാക്കറ്റിന് 25 രൂപ. അപ്പൊ 20 പാക്കറ്റ് ആകുമ്പോഴേക്കും 500 രൂപ. അപ്പൊ അതിൽ മുതൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ലാഭം എടുക്കേണ്ടത്. അവരുടെ 2 പെൺമക്കളുടെ ഒരു ഉമ്മ 55-60 വയസ്സകത്തുള്ളൊരു നോമ്പെടുത്തുകൊണ്ടാണ് അവർ ഈ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ അവർക്ക് അനുഭവിക്കുന്ന ത്യാഗവും പ്രയാസങ്ങൾ എത്രയൊക്കെയാണ്. അള്ളാഹു നമുക്കൊക്കെ നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. ഇതിനിടയിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ റമദാനൊക്കെ ഇതൊന്നും അറിയാത്തതുപോലെ ആഘോഷപൂർണമാക്കുന്ന, ഭക്ഷണങ്ങളുടെയൊക്കെ ആഘോഷമാക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. നമ്മൾ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കുന്ന തരത്തിൽ റമദാനിന്റെ രാത്രികളെ ഭക്ഷണങ്ങളുടെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരവസ്ഥ. എല്ലായ്പ്പോഴും നമ്മളുടെ നോമ്പുതുറകളൊക്കെ ലളിതമായിരിക്കണം. ആരോഗ്യപരമായിട്ടും നല്ലതാണ്. അള്ളാഹു പറയുന്നു അതാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ല പറയുന്നു, യഥാർത്ഥ നോമ്പെന്ന് പറഞ്ഞാൽ പകലിൽ വയറ് കാലിയാക്കുക, രാത്രി റമദാൻ അല്ലാത്തപ്പോൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത്, എത്ര അളവാണോ ഭക്ഷണം കഴിക്കുന്നത്, അത് മാത്രം രാത്രി കഴിക്കുക. റമദാൻ ആയതിന്റെ പേരിൽ പകല് നോമ്പായിരുന്നു എന്നതിന്റെ പേരിൽ രാത്രി ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ആ നോമ്പിന് ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മലച്ചോലേക്ക് ഒസാലിമാമിന്റെ വാക്കാണ്. പകല് വയറ് കാലിയാക്കി നോമ്പാക്കുക, രാത്രി നോമ്പല്ല എങ്കിൽ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത്, സാധാരണ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട്, ഡിന്നർ, അത് സാധാരണ പോലെ കഴിക്കുക. പിന്നെ സഹൂർ അല്ലെ, അത്താഴം കഴിക്കല്, അത് വളരെ ലളിതമായിട്ട് അത് കഴിക്കലൊരു സുന്നത്താണ് എന്നതുകൊണ്ട് അത് ഒരു ഇറക്ക വെള്ളം കുടിച്ചാലും എന്തിന്റെ പ്രതിഫലം കിട്ടും? അത്താഴം കഴിച്ചതിന്റെ, സഹൂറിന്റെ പ്രതിഫലം കിട്ടും. 2 ഈത്തപ്പഴം കഴിച്ചാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. അപ്പോ നോമ്പ് തുറകളൊക്കെയും അല്ല, ഇന്ന് ഈ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത്, പൊതുരംഗത്തൊക്കെ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകള് ഇങ്ങനെ നോമ്പുതറകൾ, ഇഫ്താർ സംഗമങ്ങൾ നടത്തി ലക്ഷങ്ങൾ അതിനുവേണ്ടി പൊടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇസ്ലാം അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം വളരെ ലളിതമല്ലേ. സാധനങ്ങളെ വില കൂട്ടാൻ, മാർക്കറ്റിൽ ഫ്രൂട്ട്സിന്റെയും മീനിന്റെയും ഇറച്ചിയുടെയൊക്കെ വില കൂട്ടാനുള്ള മാസമല്ല റമദാൻ. അള്ളാഹു നമുക്കെല്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാറുണ്ട്. റമദാന് തൊട്ട് മുമ്പ് ഒരു WHO പറഞ്ഞത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത്, നോമ്പെടുത്തിട്ട് എണ്ണപ്പലഹാരം കഴിക്കാനേ പാടില്ലെന്നാണ്. അവർക്കതിന്റെ പറയേണ്ട കാര്യം എന്താ? നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ?
നമുക്ക് നോമ്പുതറ എന്ന് പറഞ്ഞാൽ എണ്ണപ്പലാരമില്ലാതെ നോമ്പുതറ സഹിയാവൂല അല്ലേ? ഇവിടെ ഉള്ളത് മുടക്കാൻ വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞത് താല്പര്യമാണ് ഓരോരുത്തർക്ക്. പക്ഷേ അത് നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം. വിശന്നിരുന്നിട്ട് അതും ചൂടും തണുപ്പും കൂടി ഒരുമിച്ച് ഒക്കെയാണല്ലോ നോമ്പുതുറയുടെ സമയത്തെല്ലാം കൂടി. അപ്പൊ ഈ സ്നാക്സ് ആ സമയത്ത് കഴിക്കല് നമ്മുടെ വയറിന് ഏറ്റവും കൂടുതൽ ദോഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നോമ്പുതുറയ്ക്കും ഉണ്ട് അതിന്റെ മര്യാദകൾ. ഞാൻ ഇടയ്ക്ക് ചെയ്ത ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളോടുകൂടി നോമ്പ് തുറന്നാലേ ആ നോമ്പിന്റെ പ്രതിഫലം കരസ്ഥമാവുകയുള്ളൂ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം പ്യുവർ ഹലാലായിരിക്കണം. ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളോടുകൂടി കഴിക്കണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.